ദൈവത്തിന് ആരാധന കൊടുത്തപ്പോൾ, ദൈവത്തിന് സ്തുതി സമർപ്പിച്ചപ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധനയോടെ സമയം ചെലവഴിച്ചപ്പോൾ അവരുടെ ജീവിതം അതേ അവസ്ഥയിൽ തുടർന്നു എന്നല്ല, പഴയ പോലെ തന്നെ അവരുടെ ജീവിതം തുടർന്നു എന്നല്ല, അവരുടെ ജീവിതത്തിൻ്റെ മേൽ ചില വിടുതലുകൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ആരാധനയോടെ സമയം ചെലവഴിച്ചാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ സ്തുതിച്ചാൽ, നിന്റെ ജീവിതവും നിന്റെ ഇന്നത്തെ സാഹചര്യവും പഴയ പോലെ തുടരത്തില്ല. പഴയതുപോലെ ബന്ധനത്തിൽ തുടരത്തില്ല, പഴയതുപോലെ ചങ്ങലയിൽ തുടരത്തില്ല, പഴയതുപോലെ അടഞ്ഞ വാതിലായി തുടരത്തില്ല. അതിന്മേൽ ചില മാറ്റങ്ങളും ദൈവപ്രവൃത്തികളും വെളിപ്പെടാൻ തുടങ്ങും. നമ്മൾ ഈ വർഷം പ്രാർത്ഥിച്ച് ഒത്തിരി നന്ദിയോടെ പ്രാർത്ഥിക്കുക. കഴിഞ്ഞൊരു വർഷം മുഴുവൻ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന് വചനം കേട്ടവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട്. ചില ബന്ധനങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ, ജീവിതങ്ങളെ വിടുവിച്ചിട്ടുണ്ട്. അടഞ്ഞ വാതിലുകൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഉയരാൻ കഴിയുന്നില്ല, വിജയിക്കാൻ കഴിയുന്നില്ല, പരാജയമാണ് എന്ന് ചിന്തിച്ചവരുടെ ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട് രക്ഷപ്പെട്ട സാഹചര്യങ്ങളും അനുഭവങ്ങളും ധാരാളമാണ്. പ്രിയപ്പെട്ടവർ, ഈ വചനം ശ്രദ്ധിച്ചാൽ അറിയാം, അവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചതാണ് അവരുടെ മേൽ അവരനുഭവിച്ച വിടുതലിൻ്റെ പിറകിലെ അത്ഭുത രഹസ്യം. നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനവും ആ വചനത്തെ സ്വീകരിക്കുന്ന മനസ്സും നാളെ നിങ്ങൾക്കൊരു അത്ഭുതത്തെ പറയുവാനിടവരും, അത്ഭുതത്തെ പറയാനിടവരും. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരു സുപ്രധാന കാര്യം അറിയിക്കുകയാണ്. പുതിയ വർഷത്തിൻ്റെ ആദ്യ 3 ദിവസം നിയോഗ പ്രാർത്ഥനയാണ്. ഇന്ത്യൻ സമയം 5:30 രാവിലെ. പുതിയ വർഷത്തിൻ്റെ 1, 2, 3 തീയതികളിൽ ആദ്യ വെള്ളിയാഴ്ചയാണ് ആ നിയോഗ പ്രാർത്ഥന അവസാനിക്കുന്നത്. 3 ദിവസമേ ഉള്ളൂ. അതിൻ്റെ നിയോഗം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണം, സാധ്യമായോടെല്ലാം പറയണം. ഈ വർഷം, ഈ 2025 എന്ന വർഷത്തിൽ, ദൈവമേ, എനിക്ക് സാധിച്ച് ഈ വർഷം നടന്നു കിട്ടിയായിരുന്നെങ്കിൽ, ഈ വർഷം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ വർഷത്തിനകത്ത്, 2025 എന്ന വർഷത്തിനകത്ത് ദൈവം ഇടപെട്ടിരുന്നെങ്കിൽ, ദൈവം ഉത്തരം നൽകിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഒരു ജോലിയാകാം, വിവാഹമാകാം, തലമുറയുടെ കാര്യമാകാം, സാമ്പത്തികത്തിൻ്റെ കാര്യമാകാം, 3 നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് ആദ്യത്തെ 3